നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ വളരെ മികച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ്. ആൾക്കാരെല്ലാം കേട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ ഒരു വിദ്യാർത്ഥിനി ഈയിടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. മികച്ച ഒരു അധ്യാപകനാണ്, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ കയറാൻ മത്സരിച്ച് പോകുമായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത് എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം 24-ൽ ഇരുന്ന് ആരെക്കുറിച്ചാണോ, അതായത് ട്രോളെന്ന് തന്നെ പറയാവുന്ന രീതിയിൽ, വീരപ്പൻ എന്ന് എഴുതിയ ഒരു ലോറിയിൽ വരുന്നു, കയ്യിലേക്ക് കൊടുത്തു വന്ന് ചാടി ഇറങ്ങി വലിയ രീതിയിൽ വിമർശിച്ചു. ആ വീഡിയോ എല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അത് വീണ്ടും കുത്തിപ്പൊക്കിയിട്ടുണ്ട് ആൾക്കാർ. കാരണം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഇപ്പൊ എയറിലാണ് ഇപ്പൊ അരുൺകുമാർ. ആൾക്കാരെല്ലാം വന്ന് നിറയെ ചറപറ ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെറിവിളി തന്നെയാണ്. എന്താണെന്ന് വെച്ചാല്, ഫേസ്ബുക്കിൽ കുമ്മനടി ചരിത്രം, ഇനി അനൂപടിയുടെ കാലം. ഇതൊക്കെ ഒരു തേർഡ് റേറ്റ് സൈബർ വെട്ടുക്കിളികൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇദ്ദേഹം ഹൈലി ക്വാളിഫൈഡ് ആണ്, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓരോ വിഷയത്തിലും അഗാധമായി പഠിച്ച ശേഷം മാത്രം വാർത്തകൾ ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും പല വിഷയങ്ങളിലും ഇദ്ദേഹത്തിന്റെ വിവരണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കേൾക്കാറുണ്ട്. പക്ഷെ ഇദ്ദേഹം ഈ ഒരു രീതിയിലേക്ക് തരം താഴേണ്ടതായിട്ടുണ്ടോ? രാഷ്ട്രീയ വിരോധം വേറെ, പക്ഷെ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും. അതായത് അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം, അരുൺകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കുറേ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി സമൂഹത്തിൽ വിഷം ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു പണി അരുൺകുമാർ എടുക്കുന്നുണ്ട്. കാരണം ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ ഇവിടെയൊക്കെ വലിയ വിവേചനം ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ ഈ പറയുന്ന സംഘപരിവാറാണ്, അല്ലെങ്കിൽ ഒരു സവർണ ബ്രാഹ്മണിക്കൽ ഹെജിമണി, അതിനെ ഞങ്ങൾ കിടുമണി എന്നൊക്കെ പറയാം, ബ്രാഹ്മണിക്കൽ കിടുമണി ഉണ്ട് എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന അരുൺകുമാർ. അത് നമുക്കറിയാം. സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന സ്കൂൾ കലോത്സവത്തിൽ മാംസം കൊടുക്കുന്നില്ല. അവിടെ ഈ പറയുന്ന പാചകം ചെയ്യുന്നത് മറ്റേ ഇയാളാണ്, എന്തായാലും അദ്ദേഹത്തിന്റെ പേര് പഴയിടം തിരുമേനിയാണ്. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ മാത്രം വെക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരു ആവശ്യവും ഇല്ലാതെ അവിടെ വലിയ വിവാദം സൃഷ്ടിച്ച ഒരാളാണ് ഈ പറയുന്ന അരുൺകുമാർ എന്ന് പറയുന്നത്. ഒരു തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസ് എന്താണോ ചെയ്യുന്നത് ആ നിലയിലേക്ക് തരം താണുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അരുൺകുമാർ ഇപ്പോൾ അതിലും അത് നമ്മൾ ഡയറക്റ്റ് ആയിരുന്നില്ല, ഇൻഡയറക്റ്റ് ആയിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നേരെ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന വൽക്കരണം അദ്ദേഹം നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ പറ്റി ഈ പറയുന്ന സൈബർ കമ്മികളും അതുപോലെ തന്നെ ഈ സൈബർ ആയിട്ടുള്ള കോൺഗ്രസിന്റെ ആളുകളും ഒക്കെ പറയുന്ന രീതിയിൽ, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇപ്പൊ CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അതിലെ നേതാക്കന്മാർക്കെതിരെ സൈബർ അണികൾ നേരത്തെ ചേർച്ച് പറഞ്ഞ പോലെ സൈബർ വെട്ടുകിളികൾ പറയുന്ന തേർഡ് റേറ്റ് മൂന്നാംകിട ഭാഷ, ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ചർച്ചയിൽ പറയുക. അതിനുശേഷം ഫേസ്ബുക്കിൽ പോയി പോസ്റ്റ് ഇട്ടിട്ട് കുമ്മനടിക്ക് ശേഷം അനൂപടി എന്ന് പറയുക. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന നേതാവിനെ പരിഹസിക്കാൻ എന്ത് യോഗ്യതയാണ് ഈ അരുൺകുമാറിനുള്ളത്? എന്ത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമാണ് അരുൺകുമാറിനുള്ളത്? ഈ ഏതെങ്കിലും ഒരു ചാനലിൽ പോയി നിന്ന് അവിടെ ഈ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ വലിയ കാട്ടുകൊള്ള നടത്തിയ ആളുകൾക്കെതിരെ വീഡിയോ ചെയ്യുക, അതേ കാട്ടുകള്ളന്മാർ തന്നെ മുതലാളിമാരായി വന്ന് ലക്ഷക്കണക്കിന് രൂപ അധികം പറയുമ്പോൾ ആ ചാനലിൽ പോയിരുന്ന് അവർക്ക് പാദസേവ ചെയ്യുന്ന തരത്തിൽ നടക്കുന്ന അരുൺകുമാർ ഇവിടെ ആളുകളെ എന്ത് പഠിപ്പിക്കാൻ നിൽക്കുകയാണ്? ധർമ്മവും മറ്റു കാര്യങ്ങളും പഠിപ്പിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ച് വേറൊരെണ്ണം പറയണം, പണത്തിന് മീതെ അരുണും പറക്കില്ല. 100% പണം കിട്ടിയാൽ അരുൺകുമാർ എന്തും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന നേതാവ് പ്രവർത്തിച്ചു വന്ന വഴികൾ എന്ന് പറയുന്നത് അരുൺകുമാറിനൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത വഴികളിലൂടെയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം എങ്ങനെയാണ് നേതാവായത്? അദ്ദേഹം ഏതാണ് ജാതി? അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്താണ്? ഇപ്പോഴും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് അരുൺകുമാർ ഏത് പാർട്ടിയാണെന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ നേതാക്കന്മാരൊക്കെ കോടീശ്വരന്മാരും 5 പൈസ ഇല്ലാതെ രാഷ്ട്രീയ രംഗത്തേക്ക് വരികയും വീട് പോലും ഇല്ലാതിരുന്ന ആളുകൾ ഒരു തരത്തിലും ജോലിയില്ലാതെ മണിമാളികകൾ പണിയുന്ന കാലഘട്ടത്തില് ഈ പറയുന്ന കുമ്മനം രാജശേഖരന് ഒരു വീട് പോലും ഇല്ല എന്നുള്ളത് നിങ്ങൾ അത് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് സ്വന്തമായ ആസ്തിയില്ല. അദ്ദേഹം ഇപ്പോഴും സംഘ കാര്യാലയങ്ങളിലാണ് താമസിക്കുന്നത്, കാര്യാലയത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ താറടി കേൾക്കേണ്ടി വരുന്നതെന്ന്? അദ്ദേഹം സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി നല്ല നിലയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ, അതായത് ഇവരുദ്ദേശിക്കുന്ന പോലത്തെ ആ ഒരു മണിമാളികയൊക്കെ പണിഞ്ഞ് കുറെ പൈസ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ റെസ്പെക്ട് ചെയ്യുമായിരുന്നിരിക്കാം. ഇവർക്ക് അങ്ങനെയുള്ളവരോടാണല്ലോ ബഹുമാനം. തീർച്ചയായിട്ടും. അല്ല, അതാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. കുറച്ച് മയക്കുമരുന്ന് കേസും കുറച്ച് വാണിഭ കേസും ഇങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുമ്മനടി എന്നൊന്നും പറയില്ലായിരുന്നു. അതെ. ഇപ്പം ആറന്മുള സമരവുമായി ബന്ധപ്പെട്ടൊക്കെ കുമ്മനം രാജശേഖരൻ നടത്തിയ സമരങ്ങൾ അരുൺകുമാറിനൊന്നും ചിന്തിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്താണ്. ഈ
നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് കോട്ട് ഇട്ടുകൊണ്ട് ഈ AC റൂമിൽ ഇരുന്നുകൊണ്ട് എന്തും പറയാം എന്നുള്ള ധാരണയാണ് അരുൺകുമാറിനുള്ളതെങ്കിൽ അത് വല്ലാത്തൊരു, ഇത്രയും നാൾ അരുൺകുമാറിനെ പറ്റി പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചേച്ചി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ബഹുമാനിക്കപ്പെടേണ്ട മാധ്യമ പ്രവർത്തകനാണ് അരുൺകുമാർ. അദ്ദേഹം ഒരു അധ്യാപകനും കൂടെ അദ്ദേഹം അധ്യാപകനാണ്. അല്ല ഒരു കാര്യം, ഈ മാധ്യമ പ്രവർത്തകൻ എന്ന് ഉപരി അദ്ദേഹം ഒരു അധ്യാപകനാണ് എന്ന് കൂടി പറയുമ്പോൾ, അധ്യാപകർ എന്ന് വെച്ചാൽ ആരാ? അതായത് വളർന്നു വരുന്ന അടുത്ത തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്നെയായിരിക്കും ഈ കേരള സമൂഹം കാണുന്നത്, മാധ്യമ പ്രവർത്തകൻ എന്നതിൽ ഉപരി. കഴിഞ്ഞ ദിവസം എൻ്റെ അതേ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ, എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരാൾ പറഞ്ഞതാണ്, മഹാത്മാഗാന്ധിയോടുള്ള വിരോധം ചെറിയ പ്രായത്തിൽ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ആരാധിച്ചു വന്ന ഒരാളാണ്, മഹാത്മാഗാന്ധി. കാരണം ഇപ്പോൾ മഹാത്മാഗാന്ധിക്കെതിരെ വ്യാപക പ്രചരണം നടത്തുന്നുണ്ട് പല വിഭാഗത്തിലുള്ളവരും. അപ്പൊ അത് ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. പക്ഷെ ആലോചിക്കണം, എന്റെ ചെറുപ്പം എന്ന് പറയുമ്പോൾ വളരെ കാലങ്ങൾക്ക് മുൻപ്. അപ്പൊ ഇപ്പൊ പറയുന്നത് BJP-കാരാണ് മഹാത്മാഗാന്ധിക്കെതിരെ പ്രചരണം നടത്തുന്നത്. പക്ഷെ നരേന്ദ്രമോദി എന്നും മഹാത്മാഗാന്ധി അംഗീകരിച്ചൊരു നേതാവാണ്. അപ്പോ ആ പ്രായത്തിൽ ഒരു അധ്യാപകൻ പറഞ്ഞ വാക്കുകളാണ് എൻ്റെ ആ ഒരു സുഹൃത്തിന് ഉണ്ടായ ഒരു കാഴ്ചപ്പാടിലുണ്ടായ വ്യത്യാസം. അവൻ ചെറിയ കാലം മുതലേ മഹാത്മാഗാന്ധി വെറുത്തു തുടങ്ങി എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട്? അന്ന് ഒരു അധ്യാപകൻ അവനിൽ പകർന്നു കൊടുത്ത ആ ഒരു ബാഡ് ഇംപ്രഷനാണ്. അപ്പൊ അതുകൊണ്ട് ഈ അധ്യാപകർ എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരെ പോലെ അല്ല. കാരണം അടുത്ത തലമുറയിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവരാണ്. അവരത്രയ്ക്ക് സൂക്ഷിച്ചു വേണം ഒരു കാര്യം. ഇപ്പം അവരവരുടെ കാഴ്ചപ്പാട് പലതായിരിക്കാം, പക്ഷെ അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ എന്റെ തെറ്റുകൾ അടുത്തയാൾ അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ബോധ്യം കൂടി മിസ്റ്റർ അരുൺകുമാറിന് ഉണ്ടാവേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും. പക്ഷെ അരുൺകുമാറിനെ ഒരു നല്ല ഉത്തമ അധ്യാപകനായിട്ടൊന്നും ഞാൻ കാണുന്നില്ല പേഴ്സണലായിട്ട്. കാരണം അദ്ദേഹം ഈ പറയുന്ന സമൂഹത്തിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന സന്ദേശങ്ങൾ എന്താണ് എന്ന് എടുത്ത് പരിശോധിച്ചാൽ അത് വലിയ പ്രശ്നത്തിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും ഇവിടെ ഒരു വിഭജനം, ഇവിടെ ഒരു വിഭാഗീയതയുടെ രാഷ്ട്രീയം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഈ CPM-ന് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ചാനലായിട്ട് ആര് മാറിയിട്ടുണ്ട്? ഈ പറയുന്ന റിപ്പോർട്ടർ TV മാറിയിട്ടുണ്ട്. കൈരളി TV പിരിച്ചു വിട്ടിട്ട് അതിലെ ആളുകളെ കൂടെ റിപ്പോർട്ടർ TVയിലേക്ക് എടുക്കുക, എന്നിട്ട് അവിടെ ഏറ്റവും നല്ല രീതിയിൽ അവർ, അതായത് കൈരളി TVയിൽ മര്യാദയ്ക്ക് സാലറി പോലും കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് 2 ചാനൽ ഇരുന്നോട്ടെ, അല്ല അത് ഓക്കെ, പക്ഷെ അവർക്ക് മര്യാദയ്ക്ക് ശമ്പളമെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം CPM-ന്റെ ഒരു ഇനിയുള്ള അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കൈരളി ഒഴിവാക്കിയിട്ട് ഈ റിപ്പോർട്ടർ TV മുഴുവനായിട്ട് ഏറ്റെടുക്കാനുള്ള പരിപാടി ചിലപ്പോൾ ഒരു പക്ഷേ CPM ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന മരംകൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്ക് കഴിയില്ല, ഈ പറയുന്ന ആളുകൾ കഴിയില്ല. അത് പിന്നെ അതിന്റെ മുതലാളിയോടുള്ള എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ തുടർന്ന് തന്നെ പറയണമല്ലോ. നേരത്തെ ഗാന്ധിജിയെ പറ്റി ചേച്ചി പറഞ്ഞല്ലോ, ഗാന്ധിജിയോടുള്ള വിരോധം ഒരു അധ്യാപകൻ വെച്ച് നീട്ടിക്കൊടുത്ത ഒരു വാക്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നോ ഉണ്ടായി വന്നിട്ട് അതിങ്ങനെ വിരോധം മൂത്ത് നിൽക്കുകയാണെന്ന് പറയാം. ആ സമയത്താണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഇപ്പൊ പണ്ട് CPM-ന്റെ ഒക്കെ നേതൃത്വത്തിൽ പറഞ്ഞ ഒരു കുറച്ച് വാചകങ്ങളുണ്ട്. അതായത് ഗാന്ധിജി ഇന്ത്യയെ എന്താക്കി, ഇന്ത്യയെ മാന്തി പുണ്ണാക്കി എന്ന് മുദ്രാവാക്യം വിളിച്ച് നടന്ന ആളുകളാണ് CPM-ന്റെ ആൾക്കാർ. അന്ന് ആ CPM-ന്റെ ആളുകൾ ഇപ്പോൾ ജനുവരി 26-ാം തീയതി അല്ലെങ്കിൽ പിന്നെ ഒക്ടോബർ 2-ാം തീയതി ഒക്കെ വലിയ ഗാന്ധി സംഗമങ്ങളൊക്കെ നടത്തും. ഇന്ത്യക്ക് ഒരിക്കലും എന്ത് കിട്ടിയിട്ടില്ല, ഈ പറയുന്നത് പോലെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരിങ്കൊടി കാണിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കരിങ്കൊടി പിന്നെ ദേശീയ പതാകയ്ക്ക് പകരം പ്രദർശിപ്പിച്ചിരുന്ന ആളുകൾ. ഒരു കാലം വരെ ഈ പറയുന്ന ദേശീയ പതാക തന്റെ വീടുകളിലോ പാർട്ടി ഓഫീസുകളിലോ ഉയർത്താതിരുന്ന ആളുകൾ. എനിക്ക് കൃത്യമായിട്ട് അറിയാം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്, അതുമാത്രമല്ല ഈ പറയുന്ന സോഷ്യൽ മീഡിയ വളരെയേറെ ശക്തമായതിനു ശേഷമാണ് അവരുടെ പാർട്ടി ഓഫീസുകളിൽ ഈ കൃത്യമായി എല്ലാ ഓഫീസുകളിലുമൊക്കെ ഈ ദേശീയ പതാക ഉയർത്താൻ തുടങ്ങിയത്. AKG സെന്ററിൽ എന്ന് മുതലാണ് ഉയർത്താൻ തുടങ്ങിയതെന്നൊക്കെ കൃത്യമായി അന്വേഷിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോ അരുൺകുമാറിന്റെ പണി എന്ന് പറയുന്നത് CPM-ന് വെള്ളം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ CPM പറയുന്ന പണിയെടുക്കുക, CPM നേതാക്കന്മാരുടെ കാല് നക്കുക എന്ന പണി മാത്രമാണ് അരുൺകുമാർ എടുക്കുന്നത്. ഇപ്പൊ കുറെ നാളായി കോൺഗ്രസിനെതിരായിരുന്നു അരുൺകുമാറിന്റെ പ്രവർത്തനം. അരുൺകുമാർ എപ്പോഴും ഈ റിപ്പോർട്ടർ TVയും അരുൺകുമാറും ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇല്ലാതാക്കാനും, കോൺഗ്രസ് നേതാക്കന്മാർ മൊത്തം മോശക്കാരാണ്, കോൺഗ്രസ് ഒന്നിനും കൊള്ളാത്ത ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യാപകമായ ശ്രമം നടന്നു. അത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും വലിയ പ്രശ്നങ്ങൾക്കും ഇടയാക്കി. എങ്ങനെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ അരുൺകുമാർ പറയുന്നു എന്ന നിലയിലേക്കായിരുന്നു. പക്ഷേ അരുൺകുമാർ ഇപ്പൊ പറ്റിയ പ്രശ്നം എന്താ അറിയോ? അരുൺകുമാർ ഇപ്പൊ കളിച്ചിരിക്കുന്നത് BJP-യോടാണ്. കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടെ ശക്തമായ സൈബർ വിങ്ങുള്ള ആളുകളാണ് BJP. കഴിഞ്ഞ ദിവസം ഉല്ലാസ് ബാബു ചർച്ചയിൽ കൃത്യമായി പറഞ്ഞു, ഉളുപ്പില്ലാത്ത മാധ്യമ പ്രവർത്തനം നടത്തുന്ന അരുൺകുമാറിനോടൊന്നും ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല. CPM-ന്റെ കാല് നക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് ആര് നടത്തുന്നത്, ഈ അരുൺകുമാർ നടത്തുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു. എനിക്ക് ഏറ്റവും ചിരിവന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ CPM-കാർ അരുൺകുമാറിനെ ചീത്ത വിളിച്ചു നടന്നു. അവരിപ്പോ ഫേസ്ബുക്കിൽ അരുൺകുമാറിനെ യഥാർത്ഥ മാധ്യമ പ്രവർത്തകൻ, മികച്ച മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തുപാട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കും. അത് CPM-ന്റെ ഒരു തന്ത്രം, അതാണ് അറിയില്ലേ?
ഇപ്പൊ ഏഷ്യാനെറ്റിൽ ഇപ്പൊ ആരും ചർച്ചയ്ക്ക് പോകില്ല ഉം. CPM-കാര്. ഉം. അത് കാരണം ഞാനിപ്പോ ഏഷ്യാനെറ്റേ കാണാറുള്ളൂ. ഏഷ്യാനെറ്റിലെ ചർച്ചകളുടെ മനസ്സമാധാനം നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. കഴിഞ്ഞ ദിവസം 24-ല് ഹാഷ്മിയുടെ ഒരു ഡിസ്കഷൻ കണ്ടായിരുന്നു. അതിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വിഷയമായിരുന്നു ചർച്ച ചെയ്യുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ ഇൻട്രോ കഴിഞ്ഞു, അടുത്തൊരാൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആരോഗ്യ വിദഗ്ധന് ആദ്യം സംസാരിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ആ ഉപകരണം കാണാതെ പോയത് ഹാരിസ് ചിറക്കൽ അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നത്തെ കാര്യമാണ്. ഇപ്പോൾ ഹാരിസ് ചിറക്കലിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആരോപണമായി വന്നിരിക്കുന്നതും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അതല്ലെങ്കിൽ ഇനി ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നവർക്കുമുള്ള ഒരു വാണിംഗ് ആയിട്ടാണ് ഈ ഒരു ഓസിലോമീറ്റർ കാണാതെ പോയത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അനിൽകുമാർ CPM-ന്റെ പ്രതിനിധിയോട് ഇദ്ദേഹം ചോദിക്കുകയാണ്. അനിൽകുമാറിന്റെ ഈ പ്രതികരണം കാണാം. അദ്ദേഹം ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരുന്നില്ല. കാരണം ഈ സ്വർണ്ണക്കടത്ത് തുടങ്ങിയ സമയം മുതൽ, ആ വിഷയം വന്നപ്പോൾ മുതൽ AR റഹീമായിരുന്നു ഇര. അതായത് ചാനലിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറിപ്പോവുക, പറഞ്ഞ് വെറുതെ സമയങ്ങൾ, എന്നിട്ട് എന്നെ നിങ്ങൾ പറയാൻ അനുവദിക്കുന്നില്ല എന്നൊരു CPM പ്രതിനിധി അങ്ങനെയാണ് സംസാരിച്ചത്. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ക്ഷമയെ പരീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഹാഷ്മിക്ക് സമാധാനത്തിനുള്ള അവാർഡ് കൊടുക്കണം. അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. അതുകൊണ്ട് ഞാൻ ഏഷ്യാനെറ്റ് മാത്രമേ, അതായത് CPM പ്രതിനിധികൾ ആരും ചർച്ചയിലുണ്ടാവില്ല, സമാധാനത്തോടെ ചർച്ച കാണാം. അല്ല, അതിൻ്റെ ഒരു കാര്യം എന്താ അറിയോ, ഇപ്പം AR റഹീമും അതുപോലെ തന്നെ ജെയ്ക്സി തോമസും നിരന്തരമായി തേഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവരെ മാത്രം തേഞ്ഞാൽ മതിയോ, പുതിയൊരാളും കൂടി തേയണ്ടേ എന്ന് കരുതിയിട്ടാണ് അനിൽകുമാറിനെ CPM ചർച്ചയ്ക്ക് വിടുന്നത്. പക്ഷേ സത്യം എന്താണ് പറയുക, അനിൽകുമാർ ചർച്ചയ്ക്ക് വരുന്നതാണ് എനിക്കിഷ്ടം. പേഴ്സണലി എനിക്കിഷ്ടം അനിൽകുമാർ ചർച്ചയ്ക്ക് വരുന്നതാണ്. കാരണം അനിൽകുമാർ ഏതൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ടോ ആ ചർച്ച കാണുന്ന ആളുകളൊന്നും CPM കൂട്ടിയില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. CPM-ന് വേണ്ടി അനിൽകുമാർ എന്ത് പറഞ്ഞാലും അതോടുകൂടി കാണുന്ന ആളുകൾ കൂടി കമന്റ് വന്നിട്ടുണ്ട്, ഇയാളെ വിളിക്കുന്നത് എന്തിനാണ്, ഇയാൾ ഒന്നിനും പറയാറില്ലല്ലോ, എന്തിനാണ്